ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. ഇപ്പോൾ സമയം ഏകദേശം 5:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്കിന്ന് വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് അവിടെ അമ്പലത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പുനലൂർ അമ്പലത്തിൽ ദേവീക്ഷേത്രത്തിൽ സപ്താഹം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൽ നമ്മൾ ഇന്ന് ഇന്നെന്ന് വെച്ചാൽ ശനിയാഴ്ച നമ്മുടെ പൂജയായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം നമ്മൾ രാവിലെ 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇറങ്ങാമെന്ന് വെച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇറങ്ങണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് അന്നദാനമൊക്കെ അമ്പലത്തിൽ നിന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമൊക്കെ അമ്പലത്തിൽ പോകണം. അതുകൊണ്ട് നമ്മളിന്ന് പുനലൂർ വീട്ടിൽ പോകും. വീട്ടിൽ പോയിട്ട് ഞായറാഴ്ചയെ വരുള്ളൂ കേട്ടോ, പിറ്റേന്നേ വരുള്ളൂ. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് ജസ്റ്റ് ബ്രഷൊക്കെ ഒന്ന് ചെയ്തു. അപ്പോൾ നമ്മുടെ രാവിലത്തെ ക്ലൈമറ്റാണ് കേട്ടോ. അത് പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അമ്പലത്തിലെ റെക്കോർഡൊക്കെ ഇട്ടേക്കുന്നതിൻ്റെ ആ ഒരു ചെറിയ പാട്ടും ഒക്കെ കേൾക്കുമ്പോൾ നല്ലൊരു മോർണിംഗാണ് നമുക്ക് രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേൽക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എഴുന്നേൽക്കാൻ കുറച്ച് ലേറ്റ് ആവും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നാളെ നമ്മൾ വരുന്നത് ഞായറാഴ്ചയാണല്ലോ. അപ്പോൾ റിപ്പബ്ലിക് ഡേ ആണ്. അപ്പോൾ അന്ന് കുട്ടികൾക്ക് സ്കൂളിൽ പോകണം. അപ്പം മൂത്ത ആൾ വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ചാച്ചാജിയുടെ ഇതാണ് കേട്ടോ അവൻ ചെയ്യുന്നത്. പിന്നെ ഇളയാൾ യൂണിഫോമാണ്. അപ്പം അതെല്ലാം ഞാനെടുത്ത് ബാഗിൽ പാക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. കാരണം ഒന്നും മിസ്സായി പോകരുത്. നമുക്ക് പിന്നീട് വന്ന് എടുക്കാനുള്ള എളുപ്പമൊന്നും ഉണ്ടാവില്ല, ദൂരമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം രാവിലെ തന്നെ എല്ലാം ഓർത്ത് ഞാൻ എടുത്ത് വെക്കുകയാണ്. പിന്നെ കുട്ടികളുടെ വീട്ടിലിരുന്ന ഡ്രസ്സും വീട്ടിൽ നമുക്ക് അവിടെ ഉണ്ട്, എന്നാലും നല്ല ഡ്രസ്സുകളും പിന്നെ അല്ലാണ്ട് പിന്നെ അമ്പലത്തിലൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സുകളും എല്ലാം എടുത്ത് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് മക്കളൊക്കെ നല്ല ഉറക്കമാണ്. ഇപ്പോൾ ഏകദേശം ഒരു 6 മണി 6:30 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ നല്ല വെട്ടമൊക്കെ വന്നു കേട്ടോ. ആ ഇരുട്ടൊക്കെ ഒന്ന് മാറി നല്ല വെട്ടമൊക്കെ വന്നു. പിന്നെ അന്നേരത്തേക്ക് അമ്മ രാവിലത്തെ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. ചായ ഏകദേശം ഇതൊന്നും കഴിക്കാണ്ടാണ് ഞങ്ങൾ എല്ലാവരും പോയത്. അമ്മയൊക്കെ വന്നു കേട്ടോ. അപ്പോൾ വെറുതെയാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത്. ഞങ്ങളിതൊന്നും കഴിക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ രാവിലെ ഞാൻ പിന്നെ പോയി കുളിച്ചിട്ടൊക്കെ വന്നു. കുളിച്ചിട്ട് വന്നിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ കഴുകിയിട്ടപ്പോഴത്തേക്ക് മോൾ ഉണർന്നിട്ടുണ്ടായിരുന്നു. അവൾ രാവിലെ എഴുന്നേറ്റു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പിന്നെ ഡ്രസ്സൊക്കെ കഴുകിയിട്ട് കഴിഞ്ഞാൽ ആ ജോലി അങ്ങ് മാറുമല്ലോ. അപ്പോൾ അന്നേരത്തേക്ക് ലച്ചു പിന്നെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൾ അധികം നേരം അങ്ങനെ കിടക്കില്ല. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവളും അങ്ങ് എഴുന്നേക്കും. പിന്നെ ഞാൻ വന്നിട്ട് അല്ലാണ്ട് കുട്ടികൾക്ക് ഇടാനുള്ള ഡ്രസ്സുകൾ പോകുമ്പോഴത്തേക്ക് ഇടാനുള്ള ഡ്രസ്സുകളൊക്കെ എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ യൂണിഫോം ഞാൻ ഇന്നലെ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സ്റ്റിഫ് ഷനൊക്കെ മുക്കി നന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം യൂണിഫോം എടുത്ത് വെക്കുന്നതേ ഉള്ളൂ ഞാൻ. പിന്നെ എല്ലാം പെട്ടെന്ന് അന്നേരം ഓർക്കുന്നതേ. എല്ലാം നമ്മൾ പെട്ടെന്ന് സമയം കൂടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഓർത്ത് എല്ലാം എടുത്ത് വെക്കണ്ടേ. അതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാം എടുത്ത് വെച്ചു. പിന്നെ മക്കൾ രണ്ടുപേരും നല്ല ഉറക്കമാണ്, അവർ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഞാൻ പിന്നീട് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ടത് കേട്ടോ, ചെറിയൊരു മങ്ങലൊക്കെ ഉണ്ട്. അത്രത്തോളം ക്വാളിറ്റി ഇല്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് മങ്ങലൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ബാക്കി പോർഷൻസൊക്കെ കട്ട് ചെയ്തു കേട്ടോ, ഒരുപാട് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഒന്നാമതും നമുക്ക് വെട്ടം കുറവും ഒക്കെയാണ്. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ പോയി മോളെയൊക്കെ കുളിപ്പിച്ചിട്ട് നമ്മൾ ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ പോയി മോളെ കുളിപ്പിച്ചിട്ട് വന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര വല്ലാത്തൊരു കരച്ചിലും കാര്യങ്ങളൊക്കെയാണ്. രാവിലെ എഴുന്നേറ്റുകൊണ്ടായിരിക്കാം വെച്ച് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ സാധാരണ അവൾക്ക് എവിടെയെങ്കിലും പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞങ്ങ് മാറി. അത് ഉറക്കം നന്നായിട്ട് ശരിയായിട്ടില്ല കേട്ടോ. രാവിലെ എഴുന്നേറ്റല്ലേ. പിന്നെ ഞാൻ അവൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അവളെ ഒരുക്കാനിരുത്തി കേട്ടോ. അപ്പോൾ ഒരുക്കാനിരുത്തിയപ്പോൾ തന്നെ പുള്ളിക്കാരി അങ്ങ് ഉറങ്ങുമായിരുന്നു കേട്ടോ. എനിക്ക് ചിരി വന്നു. പക്ഷെ ഞാൻ തനിയെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഷോർട്സ് ഒന്നും നമുക്കിതുപോലെ സൂം ചെയ്ത് എടുക്കാനൊക്കില്ല കേട്ടോ. പിന്നെ ഞാനവിടെ സ്റ്റാൻഡിൽ ക്യാമറ വെച്ചിട്ടല്ലേ എടുക്കുന്നത്. അപ്പോൾ മോള് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ പിരികൊക്കെ എഴുതുമ്പോഴും കണ്ണൊക്കെ എഴുതുമ്പോഴും നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഞാൻ അവളെ ഒരുക്കി കഴിഞ്ഞിട്ട് ബെഡിലോട്ടങ്ങ് കിടത്തി. പിന്നെ അവൾ കുറച്ച് നേരം അവിടെ കിടന്ന് ഉറങ്ങി കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവന്മാരെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോയി. അവന്മാർ നല്ല ഉറക്കമാണ്. പിന്നെ അവന്മാരെ എഴുന്നേൽപ്പിച്ചു. അപ്പോൾ ലച്ചു ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. പിന്നെ ഇവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമില്ല, അവളെ കിടന്ന് ഉറങ്ങിക്കോളും. അതുകൊണ്ട് പുള്ളിക്കാരി കിടന്നങ്ങ് ഉറങ്ങി കേട്ടോ. ക്ഷീണമാണ് കേട്ടോ. പിന്നെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴാ ക്ഷീണം അങ്ങ് മാറിക്കോളും.
അപ്പം ഇവിടെ ദാ രണ്ടുപേരും നല്ല ഉറക്കമാണ്. രാവിലെ വിളിക്കണേ അമ്മേന്നൊക്കെ പറഞ്ഞിട്ടാണ് കിടന്നത്. പിന്നെ അവന്മാരെയും വിളിച്ച് എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് രാവിലത്തെ ചായ അവർക്ക് കൊടുത്തു. വേറെ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയിട്ടാണ് കഴിച്ചത്. പിന്നെ ഞങ്ങൾ നേരെ ഓട്ടോയിൽ അമ്പലത്തിൽ വന്നു. അമ്പലത്തിൽ വന്നതിൻ്റെ ഷോർട്സ് നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അമ്പലത്തിൽ വന്ന് ഞങ്ങൾ തൊഴുതെല്ലാം കഴിഞ്ഞിട്ട് അവിടെയുള്ള കുറച്ച് സമയമാണ് ഇത്. പിന്നെ ലച്ചുമൊക്കെ ഇങ്ങനെ ഓടി കളിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അമ്പലത്തിലെ വായനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് പിന്നെ നമ്മൾ കുറേ നേരം അതെല്ലാം കേട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ലച്ചു അവിടെ നിർബന്ധം തുടങ്ങിയപ്പോഴത്തേക്ക് അവൾക്ക് വിശന്നിട്ടുള്ള കരച്ചിൽ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ അവളെ വീട്ടിൽ കൊണ്ടുവന്നാക്കി ഓട്ടോയിൽ വീട്ടിൽ കൊണ്ടുവന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഞങ്ങൾ തിരിച്ച് അമ്പലത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ വീട്ടിൽ വന്നതിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ധൃതിയായിരുന്നു കേട്ടോ. നമ്മൾ നമുക്ക് ഉച്ചയ്ക്കൊരു പൂജയൊക്കെ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് നമ്മൾ അമ്പലത്തിലെത്തണമായിരുന്നു കേട്ടോ. പിന്നെ വന്ന് മക്കൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ സമയമായി. പിന്നെ ഞാൻ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല വീട്ടിലേക്ക്. അമ്മ അവിടെ അമ്പലത്തിലാണ് ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ലച്ചുവിനെ വീട്ടിലാക്കി. പിന്നെ എന്നിട്ട് ഞാനും മക്കൾ രണ്ടുപേരും കൂടെ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് കുചേലഗതിയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ദൃശ്യാവിഷ്കാരണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേൾക്കാനും കാണാനും വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതിൽ കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. അഖില ഗുണമന്ദിരൻ വിപ്രൻ ആർത്തിവിനാശനം തമ്മുടെ കാരുണ്യം തീർത്തും ഇവങ്ങൾ വസിക്കുന്നതുമൂലം ഇത്രയും ഭാഗ്യവാന്മാരിൽ അഗ്രേസരൻ ഇത്തരം നാരികൾ മന്ദം പറയുമ്പോൾ ഉത്തമ വിപ്രന്റെ പാണി പിടിച്ചിട്ട് മല്ലാരിത്താനും കുശലം വിചാരിച്ചു നല്ലൊരു കൂറോട് പിന്നെയും ചോദിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ ഇതെല്ലാം കേട്ടിട്ടും പിന്നെ ഇതെല്ലാം കണ്ടുകൊണ്ടൊക്കെ ഇരുന്നു. അപ്പോഴത്തേക്ക് ഉച്ചയായിട്ടോ. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുട്ടികളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാൻ ഒത്തില്ല. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് കുറച്ച് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം അമ്മയ്ക്ക് വരാനൊക്കില്ലല്ലോ. അമ്മയ്ക്കും ചേച്ചിക്കൊന്നും അമ്മയ്ക്ക് ഇതുപോലെ സർജറി കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അധികം നേരമൊന്നും വരാൻ പറ്റില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ഫുഡൊക്കെ കൊണ്ടുവന്നു. പിന്നെ അത് കഴിച്ചു എല്ലാവരും. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അമ്പലത്തിൽ പോയി വൈകുന്നേരം. പിന്നെ ഇതെന്ന് വെച്ചാൽ പിറ്റേ ദിവസത്തെയാണ് കേട്ടോ. ഞായറാഴ്ചയാണ്. ഞായറാഴ്ച രാവിലെ ഞങ്ങൾ റിസോർട്ടിലേക്കൊക്കെ പോയിട്ട് വന്നിട്ട് രാവിലെ ഞങ്ങൾ പോയിട്ടോ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ സ്കൂളിൽ പോയായിരുന്നു. പോയിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് തിരികെ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ പറയെടുപ്പുണ്ടായിരുന്നേ. അങ്ങനെ അതിൻ്റെ കുറച്ച് വീഡിയോസാണിത്. അപ്പോൾ ഞങ്ങളെല്ലാവരും പറയൊക്കെ ഇട്ടു. പിന്നെ അതിൻ്റെ നമ്മൾ വീട്ടിൽ വന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നേ. പക്ഷെ പറ്റിയില്ല. ഇനി ഒരു ദിവസം ഞങ്ങൾ വീണ്ടും അടുത്ത ആഴ്ച വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഒന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ സെറ്റ് സാരി കൊടുത്ത് നിൽക്കുന്നത് ഞാനാണ്. റിപ്പബ്ലിക് ഡേക്ക് ഞാനും സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ടാണ് പോയത്. നമ്മുടെ പേരൻസ് സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് വരണം എന്നായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ സെറ്റ് സാരിയൊക്കെ കൊടുത്തുകൊണ്ടാണ് പോയത്. പിന്നെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അമ്പലത്തിൽ നിന്ന് പറയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മക്കളെ കൊണ്ട് എല്ലാവരെയും കൊണ്ട് പറയൊക്കെ ഇട്ടു. പിന്നെ അമ്മ അതാണ്ട് പറയിടാണ് കേട്ടോ. അപ്പോൾ അമ്മ അധികം സ്ട്രെയിനൊന്നും ചെയ്യാൻ പാടില്ല. നമുക്കിപ്പോൾ അമ്മയ്ക്ക് സർജറി കഴിഞ്ഞിട്ടിപ്പം 2 മാസം കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും അധികം ഇതായിട്ടൊന്നും നിൽക്കാൻ പാടില്ല. പിന്നെ നമുക്ക് വയറ്റിൽ ഇതുപോലെ ബെൽറ്റൊക്കെ ഉണ്ട് കേട്ടോ കെട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ പുള്ളിക്കാരി നിൽക്കുകയാണ്. അപ്പം ഞാൻ മക്കളെല്ലാം പറയിട്ട് കഴിഞ്ഞിട്ട് ഞാനും പറയൊക്കെ ഇട്ടു. പിന്നെ അമ്മയും അച്ഛനൊക്കെ ഇട്ടു. അപ്പോൾ ചേച്ചിയാണ് നമുക്ക് വീഡിയോ എടുത്ത് തരുന്നത്. പിന്നെ എൻ്റെ അമ്മയുണ്ട്. അമ്മ അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. പിന്നെന്താ 2 ദിവസം നമ്മൾ ഭയങ്കര തിരക്കായിരുന്നേ. എന്നിട്ടും അതിനിടയ്ക്ക് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ സമയം ഉണ്ടായിരുന്നില്ല സത്യത്തിൽ. കാരണം എല്ലാത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടതുകൊണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ വീഡിയോ എടുത്താലും ഒന്നാമത്തെ കാര്യം നമ്മൾ ഓർത്താലും തന്നെ നമുക്ക് സമയം കിട്ടാറില്ല കേട്ടോ. അതൊക്കെയാണ് കാര്യം.
പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചപ്പോൾ തന്നെ ഒരുപാട് സമയം വൈകിയേ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ അതുവഴി സ്ഥിരമല്ല, ആഴ്ചയിൽ ഒരു ദിവസം ഐസ്ക്രീം കൊണ്ട് ഇതുവഴി നമ്മുടെ അതിലെ കൂടെ എപ്പോഴും പോകും കേട്ടോ. അപ്പോൾ കാണുമ്പോഴൊക്കെ പിള്ളേരുണ്ടെങ്കിൽ അവർ പിടിച്ച് നിർത്തി വാങ്ങിക്കും. അപ്പോൾ ഭയങ്കര നിർബന്ധമാണ് കേട്ടോ എല്ലാവരും കൂടെ. പിന്നെ അങ്ങനെ ചേച്ചി പിള്ളേർക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ അതെല്ലാം കഴിച്ചിട്ടൊക്കെ ഇരുന്നു. പിന്നെ ഞങ്ങളൊരു സന്ധ്യ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളിങ്ങ് തിരികെ വീട്ടിൽ വന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും പോകണം, കാരണം നമ്മുടെ അവിടുത്തെ അമ്പലത്തിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവമൊക്കെയാണ്. അപ്പോൾ അങ്ങനെ പോകണം. അപ്പോൾ ലച്ച് കണ്ട ഐസ്ക്രീം ഫുള്ള് തിന്നു കേട്ടോ. അവൾക്ക് നേരത്തെ ഇതുപോലെ ഐസ്ക്രീം കാര്യങ്ങളൊന്നും അങ്ങനെ കൊടുക്കാറില്ലായിരുന്നു. ഇപ്പം കൊടുത്തു തുടങ്ങിയപ്പോഴത്തേക്ക് അവൾ ഫുള്ള് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ആർക്കും കൊടുക്കത്തോലില്ല. അപ്പം എന്താ പറയുക, അവൾ തനിയെ ഫുൾ അത് മൊത്തം കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു.